അതായത് ഗെയിമിൽ ഇല്ലാത്ത ആൾക്കാരാണ് ആളെ ടാർഗറ്റ് ചെയ്യണത്. അപ്പൊ അത് പുറത്തുനിന്ന് ആൾക്കാരില്ലേ, അവർക്ക് ഇപ്പൊ പുറത്തു പോയപ്പോ അവർക്ക് കിട്ടിയില്ല, നല്ലോണം ഏറിപ്പോയില്ല, കുറെ ആളുകൾ ഏറിപ്പോയി. അപ്പൊ അവർക്ക് ഇപ്പൊ ഇനി അവരുടെ വശം ക്ലിയർ ചെയ്യണം. അവര് നല്ലവരാണെന്ന് കാണിക്കണം. എന്ന് പറഞ്ഞാൽ ഈ മാങ്ങിയുള്ള മാവിലേക്ക് കല്ലെറിഞ്ഞാലാണല്ലോ അത് കാണാം. അപ്പൊ അനുമോള് ടാർഗറ്റ് ചെയ്താൽ അത് അനുമോളങ്ങള് കുറച്ച് ഏറ്റെടുക്കും. അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹേറ്റേഴ്സും ഉണ്ട്. രണ്ട് വശമാണ്. അപ്പൊ അമ്മയെ തല്ലിയ രണ്ട് വശം എന്നുള്ളത് അങ്ങനെ അത് ഇതാണല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെടുക്കുന്നത്. പറഞ്ഞാല് എങ്ങനെയായാലും അനുമോളെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങോട്ട് കൊള്ളും. അപ്പൊ അവളെ ടാർഗറ്റ് ചെയ്യാം. അതായത് വിജയിക്കുന്നില്ല ഉറപ്പായ ഒരാളെയാണ് ഇവര് വിജയിച്ചാലും കുഴപ്പമില്ല, വിജയിച്ചാലും കുഴപ്പമില്ല. അപ്പൊ അനുമോൾ ജയിച്ചാൽ എന്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ച വരെ എന്റെ മനസ്സിൽ അനുമോൾ വിന്നറാണ്. അത് ബേസിക്കലി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അനുമോളോട് 100 ദിവസം നിൽക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കിയ ഒരു കാര്യം, കാശ് കൊടുത്ത് എങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നത്. ഞാൻ ബിഗ് ബോസിൽ പോയ ഒരാളെ, ഞങ്ങളുടെ എന്റെ സീസണിൽ PR ഇല്ല, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. എങ്ങനെ കാശ് കൊടുത്ത് എന്റെ നിൽക്കാൻ പറ്റും?